മഹാരാഷ്ട്രയിൽ അതിശക്തമായി തുടരുന്ന മഴയിൽ കനത്ത നാശനഷ്ടം. ഇതുവരെ മരണപ്പെട്ടത് 13 പേർ. റോഡ്, റെയിൽ, വ്യോമഗതാഗതം താറുമാറായി. കനത്ത മഴയിൽ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉണ്ടായതിനെ തുടർന്ന് പൂനെ മുംബൈ എക്സ്പ്രസ് വേയിലും പൂനെ മുംബൈ ഹൈവേയിലും ഗതാഗതം നിർത്തിവെച്ചു. കൂടുതൽ അറിയിപ്പുണ്ടാകുന്നതുവരെ നഗരങ്ങൾക്കിടയിലുള്ള യാത്ര ഒഴിവാക്കണമെന്ന് പോലീസിന്റെ നിർദ്ദേശമുണ്ട്. മുംബൈയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 5 ദിവസമായി മുംബൈയിൽ അസാധാരണമായ കനത്ത മഴയാണ് രേഖപ്പെടുത്തുന്നത്. സാന്താക്രൂസ് നിരീക്ഷണാലയത്തിൽ 805.6 മില്ലിമീറ്റർ മഴ ലഭിച്ചു. കൊളാബയിൽ 744.2 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. 50 വർഷത്തിനിടയിലെ ഏറ്റവും തീവ്രമായ മഴയാണ് ഇക്കൊല്ലം രേഖപ്പെടുത്തിയത്. കനത്ത മഴയിൽ മാൻഖുർഡിൽ 4 നില കെട്ടിടം തൊട്ടടുത്തുള്ള കുടിലിലേക്ക് തകർന്നു വീണ് 5 കുട്ടികൾ ഉൾപ്പെടെ 6 പേർ മരിച്ചു. നഗരത്തിലുടനീളം 200-ലധികം മരങ്ങൾ കടപുഴകി വീണു. മുംബൈയിലുടനീളമുള്ള വിവിധ സ്കൂളുകൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. മുംബൈയിലെ ഛത്രപതി ശിവാജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കനത്ത മഴയെ തുടർന്ന് വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു. രാവിലെ 11:30 വരെ 17 വിമാന സർവീസുകൾ റദ്ദാക്കുകയും 217 വിമാനങ്ങൾ വൈകുകയും ചെയ്തതായി വിമാനത്താവളത്തിലെ അധികൃതർ അറിയിച്ചു. മേഖലയിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നതിനാൽ കാലാവസ്ഥ കൂടുതൽ വഷളാകുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും ഔദ്യോഗിക കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പിന്തുടരണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.